CPM പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന് കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിലെ പ്രതികരണത്തിലാണ് വിമർശനം. ഉദയഭാനുവിന്റേത് അതിരുകടന്ന പ്രതികരണമായെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. മനു തോമസ് വിഷയത്തിൽ P ജയരാജനും മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. P ജയരാജന്റെ രീതികളെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. സംസ്ഥാന കമ്മിറ്റിക്ക് P ജയരാജൻ നൽകിയ മറുപടി ചർച്ച ചെയ്യാനുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. നവീൻ ബാബുവിന്റെ വിഷയത്തിൽ പത്തനംതിട്ട CPM സ്വീകരിച്ച നിലപാട് പ്രതിപക്ഷ കക്ഷികളുടേത് പോലെയാണെന്ന തരത്തിലുള്ള പല വിമർശനങ്ങളും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിൽ മലയാലപ്പുഴ മോഹൻ അടക്കമുള്ള ആളുകൾ സ്വീകരിച്ച നിലപാട് പൂർണ്ണമായും കുടുംബത്തോടൊപ്പം നിന്നുകൊണ്ട് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണോ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം, അർജുൻ? തീർച്ചയായിട്ടും അരുൺ, CPMന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് നടത്തിയിട്ടുള്ള മറുപടി പ്രസംഗത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തേക്ക് ലഭ്യമായിരിക്കുന്നത്. ആ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത്, അതായത് ADM നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം പത്തനംതിട്ട പാർട്ടി നേതൃത്വം ആകെ കൈക്കൊണ്ടിട്ടുള്ള നിലപാട് അത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ആദ്യഘട്ടത്തിൽ പത്തനംതിട്ടയിലെ അന്നത്തെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതാവുമായിട്ടുള്ള KP ഉദയഭാനു നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങൾ, അതിനു പുറമെ മലയാലപ്പുഴ മോഹൻ ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കൾ എടുത്തിട്ടുള്ള നിലപാടുകൾ, ഇതെല്ലാം തന്നെ പാർട്ടി നേതൃത്വത്തെ ആകെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഒരു ഘട്ടത്തിൽ ഉദയഭാനു പറഞ്ഞിട്ടുള്ളത് PP ദിവ്യയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ള വിമർശനം പോലും ഈ ഉദയഭാനു കൈക്കൊണ്ടിരുന്നു. ആ പ്രതികരണത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ പ്രതികരണം, അതായത് ഉദയഭാനു നടത്തിയിട്ടുള്ള ഈ പ്രതികരണം കടുത്ത അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മറുപടി പ്രസംഗത്തിലായിരുന്നു ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. പ്രതിനിധി സമ്മേളനത്തിൽ ഈ കാര്യം ഉൾപ്പെടെ ചർച്ചയിലേക്ക് വന്നിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു മറുപടി മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നത് ഇങ്ങനെയാണ്, അതായത് പത്തനംതിട്ട പാർട്ടി നേതൃത്വം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടു കൊണ്ട് നടത്തിയിട്ടുള്ള പ്രതികരണം അത് അതിരു കടന്നതാണ്. വിമർശനം അതിരുവിട്ടതോടെ നേതൃത്വം ഇടപെട്ട് ഈ കാര്യങ്ങൾ തിരുത്തിയെന്നും മുഖ്യമന്ത്രി സമ്മേളനത്തെ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം, അതായത് ഈ ആദ്യഘട്ടത്തിലുള്ള പ്രതികരണത്തിന് ശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് KP ഉദയഭാനുവും മലയാലപ്പുഴ മോഹനുമെല്ലാം തന്നെ ഈ പ്രതികരണങ്ങളിൽ ഒരു മിതത്വം പാലിച്ചിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പാർട്ടി നേതൃത്വം ഇടപെട്ട് തിരുത്തിയതാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. അതിന് പുറമെ മനു തോമസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ P ജയരാജനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പറയുന്നത് P ജയരാജൻ്റെ രീതികളെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയിട്ടുള്ളത്. അതിന് പുറമെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫേസ്ബുക്കിൽ മനു തോമസിനെതിരായി നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി P ജയരാജനോട് വിശദീകരണം ആവശ്യപ്പെടുകയും ആ വിശദീകരണം P ജയരാജൻ നൽകുകയും ചെയ്തിരുന്നു. ആ കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ ചെയ്യേണ്ടതാണ് എന്ന രീതിയിൽ സമ്മേളനത്തെ അറിയിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള മറുപടികൾ ഓരോന്നായി ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ രൂക്ഷമായ രീതിയിൽ തന്നെ P ജയരാജന് രൂക്ഷമായ വിമർശനമാണ്, KP ഉദയഭാനുവിന് രൂക്ഷമായ വിമർശനമാണ്. അത്തരത്തിൽ കൃത്യമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ കടുപ്പിച്ച ഭാഷയിൽ തന്നെ മുഖ്യമന്ത്രി വിമർശിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു അർജുൻ കല്യാട്. CPM ജില്ലാ സമ്മേളനത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പാർട്ടി ആഴത്തിൽ തന്നെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. മുഖം നോക്കാതെയുള്ള വിമർശനങ്ങളുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അക്കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയുകയും ചെയ്തു. മറുപടി പറയുന്ന ഘട്ടത്തിലാണ് പത്തനംതിട്ടയിൽ CPMന്റെ സെക്രട്ടറി ആയിരുന്ന ഉദയഭാനു എടുത്ത നിലപാടിനെ മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നതും ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുടുംബത്തോടൊപ്പം നിന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എടുത്ത നിലപാട് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിരുന്നു ആ ഘട്ടത്തിൽ. അതൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടിരുന്നതുമാണ്.